നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ശരി അമ്മാവ, ചെല്ല്. നീ എന്താ എന്റെ അമ്പിളി ഇങ്ങനെയായി പോയത്? താമരശ്ശേരി എത്താനായിട്ട് 4-5 മണിക്കൂർ കൂടി എടുക്കും. സന്ധ്യയ്ക്ക് മുന്നേ അങ്ങ് എത്തണം, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടാവും. ശരിയാ. നമുക്ക് പറ്റുന്നത്ര വേഗത്തിൽ പോവാം. അല്ല, സേഫായിട്ട് ഓടിച്ചാൽ മതി. ഞാൻ അവിടെ ചെന്ന് എങ്ങനെയാ സംസാരിക്കേണ്ടത്? കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. അതെ അതെ. അത് കട്ട് ചെയ്തായിരുന്നല്ലോ. അതെ. അല്ല, ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇന്ന് തീർക്കേണ്ടതെല്ലാം രഘുവേട്ടൻ പറഞ്ഞിട്ടല്ലേ പോയത്? അതെ. അതെല്ലാം കഴിയാറായോ? വൈകുന്നേരം ആകുമ്പോ കഴിയും. എല്ലാ സാറ് പറഞ്ഞിട്ടാ പോയത്. രഘുവേട്ടൻ പെട്ടെന്ന് കോയമ്പത്തൂരേക്ക് പോയതുകൊണ്ടേ എന്നോട് എല്ലാം വന്നൊന്ന് നോക്കാൻ പറഞ്ഞിരിക്കുക. അത് ശരിയാ. അതെന്തായാലും നന്നായി. ചേച്ചി ഇതെല്ലാം നോക്കി പഠിച്ചാ സാറിന് വേണമെങ്കിൽ ഒരു കമ്പനി കൂടി തുടങ്ങാലോ. അതെ, അങ്ങനെയും ചില പ്ലാനൊക്കെ മനസ്സിലുണ്ട്. അല്ല, നമ്മുടെ രമ എവിടെ? ഇന്ന് ജോലിക്ക് വന്നില്ലേ? വന്നിരുന്നു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. അതെന്താ അങ്ങനെ പോയത്? തോന്നുമ്പോ വരാനും പോവാനും പറ്റുമോ? അല്ല, ലീവ് എടുക്കുമ്പോ ആദ്യം പറയണ്ടേ? രഘുസാറിനെ വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞു. എന്തെങ്കിലും അത്യാവശ്യത്തിന് വീട്ടിൽ പോകേണ്ടി വന്നാ ഇവിടെ എല്ലാവരും അങ്ങനെ ചെയ്യാറ്. രഘുവേട്ടൻ പോയ സമയത്ത് തന്നെ രമ എങ്ങോട്ടായിരിക്കും പോയത്? എന്തൊരു വിശപ്പ്. എന്തെങ്കിലും കഴിച്ചിട്ട് കുളിക്കാന്ന് വെച്ചാ ചേച്ചി സമ്മതിക്കില്ല. ഉണ്ടിട്ട് കുളിക്കുന്നവരെ കണ്ടാ കുളിക്കണം എന്നൊക്കെ പഴഞ്ചൊല്ല് പറയും. എന്നാലും ഒരു ചായ കിട്ടോ നോക്കാം. അമ്പിളി ചേച്ചി, ചേച്ചി, ചേച്ചി. മോളിങ്ങെത്തിയോ? അച്ഛാ, അമ്പിളി ചേച്ചി എവിടെ? അവളൊന്ന് പുറത്തേക്ക് പോയതാ. കടയിൽ പോയതെന്ന് തോന്നുന്നു. ചിലപ്പോ കമ്പനിയിലും കയറിയിട്ട് വരുള്ളായിരിക്കും. നിനക്ക് കഴിക്കാനുള്ളത് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പോയി കുളിച്ചിട്ട് എടുത്തു വെച്ച് കഴിക്കേ. അച്ഛൻ ചായ കുടിച്ചോ? ഞാൻ കുടിച്ചു. നിനക്കുള്ളതെല്ലാം അവിടെ ഇരിപ്പുണ്ട്. എന്നാ ചായ കുടിച്ചിട്ട് കുളിക്കാം. നല്ല വിശപ്പ്. ശരി മോളെ. അച്ഛാ, അച്ഛാ, അച്ഛാ. എന്താ മോളെ? അച്ഛാ, അച്ഛൻ രഘുവേട്ടനെ ഉടനെ വിളിച്ച് തിരിച്ചു വരാൻ പറയണം. എന്തിന്? അതൊക്കെ ഞാൻ പിന്നെ പറയാം. അച്ഛൻ ആദ്യം രഘുവേട്ടനെ വിളിച്ച് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. എന്റെ അമ്പിളി, രഘു കമ്പനിയുടെ ആവശ്യത്തിന് ഒരാളെ കാണാൻ പോകുന്നു പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങിയത്. അപ്പൊ അവൻ പോയ കാര്യം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരട്ടെ. പോയ കാര്യം അങ്ങനെ സാധിക്കാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല അച്ഛാ. എന്നെ ഒരുത്തി ഇവിടെ ഇട്ടിട്ട് രഘുവേട്ടൻ അങ്ങനെ കാര്യം സാധിക്കാൻ നടക്കണ്ട. ഞാൻ അതിന് സമ്മതിക്കില്ല. അച്ഛൻ വേഗം ഒന്ന് രഘുവേട്ടനെ വിളിക്ക്. എന്താ ചേച്ചി, എന്താ പ്രശ്നം? എന്താ അച്ഛാ? എനിക്കറിയില്ല. രഘു കോയമ്പത്തൂർ ഒരു അത്യാവശ്യമായിട്ട് പോയതാ.
ഇപ്പൊ തിരിച്ചു വിളിക്കണമെന്നാ ഇവള് പറയുന്നത്. അതെന്താ? അതന്നെ എനിക്ക് മനസ്സിലാവാത്തത്. രഘുവേട്ടൻ പോയത് കമ്പനിയുടെ കാര്യത്തിനൊന്നുമല്ല. അതുകൊണ്ടാ തിരിച്ചു വിളിക്കാൻ പറയുന്നത്. ഞാൻ വിളിച്ച രഘുവേട്ടൻ അത് സീരിയസ് ആയിട്ട് എടുക്കില്ല. എന്തെങ്കിലും പറഞ്ഞ് കോള് കട്ട് ചെയ്യുകയും ചെയ്യും, തിരിച്ചു വരികയില്ല. പക്ഷെ അച്ഛൻ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞ അപ്പൊ തന്നെ തിരിച്ചു വരും. അതെനിക്ക് ഉറപ്പാച്ചാ. അവൻ പോയ കാര്യം നടത്താതെ ഇങ്ങോട്ട് തിരിച്ചു വരാൻ വേണ്ടി അവനോട് ഞാൻ എന്തിനാ അമ്പിളി പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, രഘുവേട്ടൻ പോയത് കമ്പനിയുടെ കാര്യത്തിനൊന്നും അല്ല. പിന്നെ തിരിച്ചു വിളിക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? വേറെ എന്ത് കാര്യത്തിന് രഘു പോയെന്നാ നീ പറയുന്നത്? അതിപ്പോ ഞാൻ എങ്ങനെ അച്ഛാ പറയുന്നേ? ദേ ഇപ്പൊ സംസാരിക്കുന്ന പോലെ അങ്ങ് പറഞ്ഞാ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ഒന്നും മിണ്ടാതിരിക്കും മഞ്ചാടി. മനുഷ്യൻ ഇവിടെ അടിമുടി വിറച്ച് നിക്ക. നീ കാര്യം എന്താന്ന് പറയാൻ വിളി. അത് രഘുവേട്ടൻ ഒറ്റയ്ക്കല്ല അച്ഛാ പോയത്. അതിനെന്താ? രഘുവേട്ടൻ കമ്പനിയില് ഒരു പെണ്ണിനെ കൊണ്ടാ പോയിരിക്കുന്നത്. അല്ല, നമ്മുടെ രമ എവിടെ? ഇന്ന് ജോലിക്ക് വന്നില്ലേ? വന്നിരുന്നു. ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു പോയി. കേട്ടോ മഞ്ചാടി, നിന്നോട് ആരതൊക്കെ പറഞ്ഞത്? ഒന്ന് പോയ അമ്പിളി ചേച്ചി, ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കോ? അതെന്റെ രഘുവേട്ടൻ. നിന്നോടാരാ ഈ നുണയൊക്കെ പറഞ്ഞത്? നോണയല്ല അച്ഛാ, സത്യമാ. രഘുവേട്ടൻ ഇവിടുന്ന് പോയ അതേ സമയത്താ അവളും കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നെ. അച്ഛൻ രഘുവേട്ടനെ വിളിച്ച് വേഗം തിരിച്ചു വരാൻ പറ. നടക്കില്ല അമ്പിളി. രഘു നിന്നെയും കുഞ്ഞിനെയും മറന്ന് ബൈക്കും എടുത്ത് മറ്റൊരു സ്ത്രീയുടെ കൂടെ പോയെന്നൊക്കെ സാക്ഷാൽ ഈശ്വരൻ മുന്നിൽ വന്നതെന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കില്ല. കുട്ടിക്കാലം മുതൽ എനിക്കറിയാവുന്ന രഘുവിനെ അവൻ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ വിശ്വസിച്ചിരുന്നേ. പക്ഷെ ഈയിടെയായിട്ട് രഘുവേട്ടന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്. ഇതെന്തോ നോണ പറഞ്ഞ് രഘുവേട്ടൻ ഇവിടുന്ന് പോയത്. അതെനിക്ക് ഉറപ്പാച്ചാ. ചേച്ചി ഇതൊക്കെ തനിയെ ആലോചിച്ചു കൂട്ടി സ്വയം ഓരോ കഥകൾ മനസ്സിലുണ്ടാക്കി വെച്ചിരിക്കുന്ന. രഘുവേട്ടന്റെ സ്വഭാവം എന്താന്ന് എല്ലാവർക്കും അറിയാം. ദേഷ്യം വന്ന ആരെങ്കിലും തല്ലിയെന്നോ വഴക്കുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കാം. പക്ഷെ ഇതാരും വിശ്വസിക്കില്ല ചേച്ചി. ചേച്ചി ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശം. പിന്നെ അല്ലാതെ